ഹായ് ഗായ്സ്, വെൽക്കം ടു തൻവികാസ് യൂട്യൂബ് 2.0. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് എൻ്റെ ഒരു ഷോപ്പിംഗ് ഡേ, രാത്രിയുള്ള ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് ഡേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ചുമയാണ് ഗൈസ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്. ഇനി ഞങ്ങൾ വന്നത് യാറാമളിക്കാണ്. ഒരു ജീപ്പ് അടിക്കാനാണ്. എൻ്റെ അനിയന് അവന് പണ്ടേ മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ജീപ്പ് മേടിക്കണമെന്ന്. ഞങ്ങൾ യാറാമളിക്കാണ് ചെന്നത്. ഞാൻ ലിഫ്റ്റിൽ കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്, അത് നിന്ന് പോവുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ലിഫ്റ്റിൽ കയറി നല്ല എക്സൈറ്റഡ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ലിഫ്റ്റിൽ കയറുകയാണ്, ഡാൻസൊക്കെ കളിക്കുകയാണ്. കാരണം എനിക്ക് അത്ര എക്സൈറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ അനിയൻ നല്ല എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല എക്സൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ട് ചാടയാട്ടുകയാണ്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ജീപ്പ് മേടിക്കണം, പക്ഷെ കിട്ടുമെന്നൊന്നറിയില്ല. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോ ഫസ്റ്റ് ഫ്ലോറിലോ ആണ് ഇറങ്ങിയത്. അപ്പം ഞങ്ങളിതിങ്ങനെ നടന്ന് പോവുകയാണ് കേസ്. ഞാൻ വിചാരിച്ചു ചിലപ്പം കിട്ടുന്നുണ്ടാവില്ല എന്നൊക്കെ, പക്ഷെ നോക്കാം നമുക്ക് എന്തായാലും ലാസ്റ്റത്തെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബാഗ് കൊടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു ബാഗൊന്നും കൊടുക്കണ്ടാന്ന്, പിന്നെ അവർ പറഞ്ഞു ബാഗ് കൊടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ബാഗ് കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ജീപ്പ് എടുക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കടന്നു പോണ പോലെയാണ്. ഇവൻ എന്നിട്ട് നേരെ പോയത് ജീപ്പിൻ്റെ മുന്നിൽ തന്നെയാണ്. ജീപ്പിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന് ഇഷ്ടപ്പെട്ടതേ മേടിക്കാൻ പറ്റുള്ളൂ. അവന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവന് എനിക്ക് എന്താ പറയുക, വെള്ള ജീപ്പ് വേണം, വെള്ള മഞ്ഞ കറുപ്പ് അങ്ങനത്തെ ജീപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ജീപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല, വേണ്ടെന്ന് കരുതി. അപ്പം ഇവൻ അടങ്ങിയതേ ഇല്ല. അപ്പം ഞങ്ങൾ ബാക്ക് പോയി നോക്കി, എൻ്റെ ബാക്കിലുണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബാക്ക് പോയി നോക്കി, കാറും ജീപ്പൊക്കെ ബാക്കിലുണ്ട് പറഞ്ഞു. ഞങ്ങൾ ബാക്ക് പോയി നോക്കിയപ്പോൾ തോന ബാഗും, ഇവരാണെങ്കിൽ ഒന്ന് കിട്ടിയാൽ മതി എന്നാണ്, തോന ബാഗൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ബാഗായിരുന്നു. പിന്നെ എന്താ പറയുക, തോന പ്ലാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്, നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ നിങ്ങൾ, നല്ല ഭംഗിയില്ലേ. യാറാമാളാണ് കേട്ടോ സ്ഥലം, എല്ലാവരും വന്ന് മേടിക്കുക. അതെ, സൂപ്പർ സാധനങ്ങളാണ്. ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുഞ്ഞു കുട്ടികളേക്ക് നല്ല ക്യൂട്ടായ ബണ്ണീസും എന്താ പറയുക പാവക്കുട്ടികളും നല്ല ജീപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജീപ്പല്ല, സോറി, കുഞ്ഞു കുട്ടികളെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് കയറിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് കുഞ്ഞു പോന്നു. പിന്നതേ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് അനിയനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അവനത് മേടിച്ചേ പറ്റുള്ളൂ, പക്ഷെ അവന് ഇഷ്ടപ്പെട്ടതൊന്നുമില്ലല്ലോ. ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചതും. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോരാന്ന് എഴുതി. അതെ, എൻ്റെ അനിയൻ വിഷമത്തോടെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുത്തനത്താണി എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അപ്പോഴാണ് അവിടെ ടോയ് മാൾ കണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫോട്ടോയിലൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നോക്കി, അവിടെ നല്ല ക്യൂട്ടായ അതേപോലത്തെ യാറമാൾ പോലെ തന്നെ ടോയ് മാളും നല്ല ക്യൂട്ടായ തൊട്ടിലും എന്താ പറയുക പൗ-പെട്രോളത്തെ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല ക്യൂട്ടായ ഇതുണ്ട് കേട്ടോ, എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് തോന വണ്ടിയും എന്താ പറയുക എല്ലാം ഉണ്ട്. ചെറിയ കടയാണ്, എന്നാലും തോന സാധനങ്ങളുണ്ട്. ചെറിയ അത്യാവശ്യം വരുന്ന സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു, അതും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാണിക്കാൻ മറന്നു. എല്ലാതും യാറാമാലും ഉണ്ട്, ഇവിടെയുണ്ട്. പിന്നെ കുറേ ചെരുപ്പുകളും, സൂപ്പർ ചെരുപ്പുകൾ, കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പുകൾ. പിന്നെ ഞാനൊന്ന് കണ്ണാടി മുന്നേക്ക് ജാട കാട്ടി. അത് കഴിഞ്ഞ് ഞാൻ ചെരുപ്പുകളുടെ കളക്ഷൻസിലേക്ക് പോയി. ഞാൻ ഒന്ന് തൊട്ടോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ, തോനെ ഡ്രസ്സസ് ഉണ്ടായിരുന്നു അവിടെ. ഞാനൊന്ന് ഒക്കെ തോണ്ടി നോക്കിയിരുന്നു, തൊട്ട് നോക്കിയിരുന്നു. പിന്നെ ഞങ്ങളിത് പാവക്കുട്ടികൾ നോക്കി. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു കേട്ടോ, സ്കേറ്റിംഗ് ബോർഡ്, അതന്നെ പറയാം. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലിൻ്റെ മുന്നിൽ നിന്ന് ജാട കെട്ടി. ഇതാ ഞങ്ങളെടുത്ത ജീപ്പ് പറയണ്ടേ, ഇതാണ് ഞങ്ങളെടുത്ത ജീപ്പ്. സൂപ്പർ ജീപ്പായിരുന്നു. അവനതിൽ കയറി ഇരുന്നിട്ട് ഇറങ്ങേണ്ട എൻ്റെ മക്കളെ. അവന് നല്ല ഇഷ്ടപ്പെട്ടു. അവന് മഞ്ഞ അല്ലെങ്കിൽ കറുപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതെന്നെ കിട്ടിയോണ്ട് അവന് നല്ല ഇഷ്ടപ്പെട്ടു. ലൈറ്റൊക്കെ കത്തിട്ടാം, പാട്ടൊക്കെ പാടും, പെൻ ഡ്രൈവ് കുത്താം, എല്ലാം ചെയ്യാം. അപ്പോൾ
ഞങ്ങളിതാണ് മേടിച്ചത്. ഫുള്ളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, ഇപ്പം കാണിച്ചത്. റെഡി 1 2 3 സ്റ്റാർട്ട് വന്നില്ലേ, ഇതാണ് ഫുള്ളൊക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാമെന്ന് കരുതി ഗായ്സ്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പോരുകയാണ്. ഇറങ്ങി കഴിഞ്ഞു. പിന്നെ ഇതാണ് ഞങ്ങൾ വീട്ടിൽ കൊടുന്നു. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം.